ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ പഴയ ഒരാളെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബാനു അവിടെ നിൽപ്പുണ്ട്. ബാനുവിനെ കെട്ടിയവനും അവിടെ നിൽപ്പുണ്ട്. അച്ഛാ നമ്മളന്ന് അവൻ്റെ രോമം വെട്ടാൻ വേണ്ടി പോകണം അല്ലേ? ആക്ച്വലി കുറച്ച് നാളുകളായി ഇവൻ്റെ രോമം വെട്ടിയിട്ട് കാര്യമൊന്നുമല്ല, അമ്മയുടെ കൈ ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിരിക്കുവാണ്. അപ്പം ബാനുവിനെ നോക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി പാടായിരുന്നു. രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാണ്. അമ്മ അതേ ആടിന് പുല്ല് എത്താൻ പോയപ്പോഴേക്കും ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് വീണു. എന്നിട്ട് രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഇവൻ്റെ രോമം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വെട്ടുന്നായിരുന്നു. അപ്പോൾ ഇനി വെട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂള് വേണം. ആ ടൂള് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത്രയും നാള് നമ്മൾ കത്രയ്ക്കല്ല വെട്ടിക്കൊണ്ടിരുന്നത്, കത്രയ്ക്ക് വെട്ടുമായിരുന്നു. പക്ഷേ ഇനി അത് പറ്റത്തില്ല, കാരണം ഒരു ഇച്ചിരി കൂടുതലായിട്ട് വളർന്നു പോയി. ബാനുവിൻ്റെ രോമം വെട്ടാനുള്ള സാധനമാണ്. നന്ദു ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ അതിന് മുമ്പ്? നന്ദു ആവട്ടെ അച്ചാച്ചി ടൈല് അത് തന്നെ കേട്ടോ. ആ കട്ടർ അത്ര വലിയ സാധനമാണ്. എന്തായാലും തുറന്നു നോക്കിയിട്ട് അവനെ ഇറക്കാല്ലേ വെച്ചാൽ സാധനം വർക്ക് ചെയ്യണം നോക്കാം അല്ലേ? ഈ സാധനം വർക്ക് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഏകദേശം 17,000 വിലയുണ്ട് ഇതിന്. ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ഫോർ ഗോഡ്സ് അൽപാക്കസ്. എന്നറിയത്തില്ലേ? അൽപാക്കസ് എന്നറിയത്തില്ലേ? അച്ഛനറിയോ? ഇല്ല. അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. എനിക്കറിയാം. ജോണിയുടെ ഇപ്പം അൽപാക്കസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഒരു ഡയലോഗ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. അൽപാക്കസ് എന്ന് പറഞ്ഞ ജീവിയാണ്, ആട് കൂട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഹെവി മെഷീനറിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത്. ഇത് ലൂബ്രിക്കേഷൻ ആഡ് ചെയ്യാനായിട്ടുള്ള സാധനം. ഇതിൻ്റെ ടീത്ത് ക്ലീൻ ചെയ്യാനുള്ളത്. ഇതെന്തോ ഒരു ടൂള്. ഇത് വെച്ച് വെട്ടാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കണം അല്ലേ? ഇതുകൊണ്ട് നല്ല കാലമുണ്ട്. പിടിച്ചു നോക്കി എന്തോ ടൈൽ മെഷീൻ്റെ അത്യാവശ്യം നല്ല ഹെവിയാണ്. ഇത് കണ്ടോ, ഹെവി മെഷീൻ. ഓൺ ദേ ഇവിടെ നമ്മൾ ടൈൽ മറ്റേ മെഷീൻ്റെ കൂട്ട് തന്നെ ഇവിടെ ഓൺ ആക്കുന്നത്. മെഷീൻ മാർക്കാണോ എന്ന് ആദ്യം നോക്കട്ടെ. എൻ്റെ പൊന്നോ, ഇത് വെച്ചിട്ട് എടാ നിന്റെ മുഖത്തിൻ്റെ അത്ര ഉണ്ട് സ്ഥലത്ത് കണ്ടോ? താടിയൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കി വിടണം. സൂപ്പറായി. ഓണാണോ? അയ്യോ, അതിനെ ബാനു ആ JCB ഒച്ചയുണ്ട്. ബാനു ആ ഒച്ച ഇടത്തിന് അങ്ങോട്ട് പോയിട്ട് ഇതുണ്ടോ കേറുന്നത്. ഇത് വെച്ച് പറ്റി പഠിക്കല്ലോ. കുഴപ്പമില്ല. ഇതെന്നെ രസം അറിയോ? ഇതിപ്പോ ഉണ്ടല്ലോ, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എന്നെ രസം എന്ന് പറയുന്നത് കാണാനായിട്ട്. ഇതിപ്പോ വെട്ടിക്കഴിഞ്ഞൊന്ന് കുളിപ്പിച്ച് ക്ലീൻ ആയി കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കഴിയുമ്പം അല്ലേ? പോകുന്നുണ്ടല്ലോ. സൂപ്പർ, അടിപൊളി. ഇത് സിമ്പിളാണ് കേട്ടോ. ബാനു എളുപ്പമല്ലേ ചാ? വിചാരിച്ച എത്ര പാടുണ്ടോ? ദേഹവും മുറിയത്തില്ല, ദേഹത്ത് കയറത്തേയില്ല സാധനം. ബാനു വെട്ടി കഴിയുമ്പോൾ വേറെ ആളാകും കേട്ടോ. നല്ല രസമുണ്ട്. സൗണ്ട് മെഷീൻ സൗണ്ട് മാറിയില്ല. ഇല്ല, വെട്ടിക്കോ. ഇത് മറ്റേ കറക്റ്റ് ചെമ്മരിയാടിന്റെ വെട്ടുന്നോട്ട് വെട്ടിയെടുക്കാം കേട്ടോ അല്ലേ? നീ കൊണ്ടുപോകണം രോമം മറ്റേ ഇതുണ്ടാക്കാൻ, കമ്പിളി ഉണ്ടാക്കാൻ. ബാനുവാണെങ്കിൽ ഒരു ഇറിറ്റേഷനും ഇല്ല, ബാനു നിന്ന് വരുവാണ്. ഇത് പണ്ടേ മേടിക്കണ്ടായിരുന്നു അല്ലേ? ആ അച്ചാച്ചൻ എന്തോരം കഷ്ടപ്പെടുന്നറിയ കത്രയൊക്കെ വെച്ച് വെട്ടാനായിട്ട്. അടിപൊളി. നല്ല രസമാണ് കാണാൻ. നല്ല, അതായത് ഇതിന്റെ രോമം 1 മാസം വെട്ടിയില്ലെങ്കിൽ ആ പടം അലമ്പാവും. വാല് എവിടെയാണ്? വാല് വെട്ടിക്കളയല്ലേ? അയ്യോ വാല്.
ഇതേ നമ്മളുണ്ടല്ലോ ഏകദേശം കുറച്ച് വെട്ടി. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് മിഷൻ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോഫാർ നമ്മുടെ ബാനു ഒരു പ്രശ്നമില്ലാതെ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ഇല്ലെങ്കിൽ അത് മേടിച്ചോട്ടോ. ഇത്രയുള്ള കത്രയും കൊണ്ടൊക്കെ വെട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അതിനേക്കാളും കത്രയായിട്ട് ഒരു എത്ര മണിക്കൂർ എടുക്കും വെച്ചാൽ വെട്ടണമെങ്കിൽ ഒരു 3 മണിക്കൂർ എടുക്കും. ഇത് വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ അല്ലേ, അരമണിക്കൂർ താഴെ മതി. അല്ല ഇത് പരിചയമില്ലാത്ത ഇത് നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഇതുമായിട്ട് നമുക്ക് ശരിക്കും പറ്റാം. ഇതിപ്പോൾ നമ്മളാണെങ്കിലും കുറച്ച് ദേഹത്തൊന്നും കൊള്ളാത്തില്ല, ഒരിക്കലും ദേഹത്ത് കൊള്ളത്തില്ല ഇത്. പക്ഷേ നമ്മളൊരു പയ്യെ വെട്ടിവിടുന്നത്. ഈ പ്രോഡക്റ്റിന് ലിങ്ക് എന്താണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താക്കിയത്. അങ്ങനെ അധികം ആർക്കും ഉപയോഗം വരുന്ന സാധനമല്ല. ഓൾ സെറ്റ് നമ്മൾ മെഷീൻ ക്ലീൻ ആക്കി ചുമ്മാ ഓണാക്കി നോക്കാം. ഒരാളും കൂടെ നിൽപ്പുണ്ട്, അവനാണ് ടാസ്ക്. ഇത് കണ്ടോ, ഇവിടെ കാണിച്ചു കൊടുത്താ ഇത് കണ്ടോ, ഏറ്റവും ചേർത്ത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും മിനിമത്തിലാണ് വെച്ച് വെട്ടിയത്. മാക്സിമം ചേർത്ത് വെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇത്രയും ചേർത്താണ് വെട്ടിയേക്കുന്നത്. ഒട്ടും ദേഹത്തൊന്നും മുട്ടത്തില്ല. അച്ഛൻ ഒന്ന് വെട്ടി കാണിച്ചു വെച്ചാൽ ഇവിടെ വല്ല ഇത് ഇതാണ്, ഇവിടെ കുറച്ചുണ്ട് വേണം. ഇതൊന്ന് ചേർത്ത് വെച്ചിട്ട് നോക്കി. ഇത് കണ്ടോണേ, ഇതുണ്ടോ, ഇതാണ് ഏറ്റവും മാക്സിമം. ഇതുണ്ടോ, മുറിയത്തില്ല. ഇവിടെ കുറച്ചുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെയൊക്കെ മുടി ഷേപ്പ് എടുക്കാനായിട്ട് പറ്റും. 2 വര ഇടണം അവസാനം അല്ലേ. ഇത് നിന്ന് വരും കേട്ടോ. ഒരു ചീപ്പ് വെച്ച് ചെയ്യുന്നൊരു എഫക്റ്റും കാണും. ചീപ്പ് വെച്ച് ചെയ്യുന്ന പോലെ നല്ലൊരു സുഖം കാണും. അങ്ങനെയുണ്ടല്ലോ ബാനുവിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ വെട്ടി. ഇനി കുറച്ചുള്ളതേ ഉള്ളൂ. അതിനുള്ള കത്രിക ഇവിടെയുണ്ട്. ബാക്കി കത്രികയാണ് വെട്ടുന്നത്. ബാനു നല്ല മിടുക്കിയായി. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേ വെച്ചാൽ നോർമലി ഉള്ള പോലെ ഒരു തിക്കായിട്ട് ഒന്ന് ലെവലാകും അല്ലേ. ഇത് കാണിച്ചു കൊടുത്തടാ. ഇത് കണ്ടോ, മഞ്ഞ കളറൊക്കെ ആയി ബാനുവിന്. ഇനിയാണ് നമ്മുടെ ടാസ്ക്. മുട്ടനെ വെട്ടണം കേട്ടോ. മുട്ടൻ നിൽക്കുന്നുണ്ടോ. അച്ചാച്ചൻ എന്താണ് മുട്ടനെ അയച്ചുകൊണ്ട് വരും. മുട്ടനെ എടുക്കാൻ അച്ചാച്ചൻ പോവാണ്. മുട്ടൻ നിൽക്കുന്നുണ്ടോ. എൻ്റെ പൊന്നാടാവ് നന്ദു, നീയെ പിടിച്ചു തരട്ടെ എൻ്റെ പൊന്നു. ഈ മുട്ടനെ എടുക്കേണ്ട അച്ചാൻ പോവാണ്. പാവം നന്ദു ഇന്ന് വർക്കില്ലായിരുന്നു. അതുകൊണ്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് നന്ദുവിനെ വിളിച്ചോണ്ട് വന്നതാണ്. നന്ദു ആക്ച്വലി ബാപ്റ്റിസം ഫോട്ടോഗ്രാഫിയാണ്. ഈ ആട് ശരിക്കും നമ്മുടെ കല്യാണത്തിനുണ്ടായിരുന്ന ആടാണ് കേട്ടോ ബാനു. അപ്പോൾ നന്ദു ആക്ച്വലി ബാപ്റ്റിസം കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം വർക്ക് ചെയ്യുന്നത്, അതായത് ബാപ്റ്റിസം വീഡിയോസും ഫോട്ടോസും മാത്രം എടുക്കുന്ന ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ കസിൻസിൻ്റെയോ നിങ്ങളുടെ ആരുടെയെങ്കിലും ബാപ്റ്റിസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു കോൺടാക്ട് നന്ദു. കേരളത്തിൽ എല്ലായിടത്തും വന്ന് വർക്ക് ചെയ്യും. ഒരു ദിവസം 6 വർക്ക് വരെ ചെയ്യാൻ പറ്റിയ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമുണ്ട്. അതായത് വെഡിങ് ചെയ്യുന്നതല്ല, ബാപ്റ്റിസം ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും നമ്മുടെ കൂടുതലുണ്ട് കേട്ടോ. 6 വർക്ക് ഒരു ദിവസം കേരളത്തിൽ എല്ലായിടത്തും വന്ന് ചെയ്യും അല്ലേ. ഓക്കെ, നന്ദു നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാച്ചൻ സാധനത്തിനിറക്കാം. ഈ
അവനിപ്പോ എന്റെ പൊന്നോടാ കൊമ്പിനൊരു ഇടി കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ. ഇത് ഓർമ്മ വരുന്നത് ഞാൻ പറഞ്ഞില്ല, മറ്റേ തീവ്രവാദ സിനിമയ്ക്ക് ആണല്ലേ പൈപ്പ്, മറ്റേ ഇരുമ്പ് പൈപ്പ് 1 ഇഞ്ച് പൈപ്പ് അവൻ ഇടിച്ചൊടിച്ചതാണ് കേട്ടോ. ദൈവമേ, കാലിനൊക്കെ മൊയ്ത്തായി പഠിക്കുന്നതുകൊണ്ട് കാലിനൊക്കെ ഒരു ഇച്ചിരി ബലം ഉണ്ടാവും, ആർക്കറിയാം. ഇപ്പോഴത്തെ കോല നിങ്ങൾ നോക്കണ്ട, 2 മാസത്തെ പരിപാടിയാണത്. എന്നാണെങ്കിൽ നമുക്കിപ്പോൾ വെട്ടി അങ്ങ് റെഡിയാക്കാം. ഇല്ലടാ കുഴപ്പമില്ല. അയ്യോ അതിൻ്റെ കൊമ്പിൻ്റെ ഇതുണ്ടോടാ, ഇത് വലിപ്പമില്ലടാ, വലിപ്പം ഇത്ര തന്നെ ഉള്ളൂ, രോമമാണ് ഇവൻ്റെ. ഇവൻ്റെ ആയിരുന്നു ടാസ്ക്. കാരണം ഇവന് ഭയങ്കര ഊരാണ്. നമ്മുടെ ബാനു വെച്ച് നോക്കുവാണെങ്കിൽ ഇവൻ സൈസും ഉണ്ട്. പിന്നെ ഇവൻ്റെ കൊമ്പ് കണ്ടോ, ഇതിനൊട്ടൊരു ഇട്ടി കിട്ടി കഴിഞ്ഞാണ്ടല്ലോ സൂപ്പറായിരിക്കും, നല്ല ശക്തിയാണ്. പക്ഷെ ഇവൻ നമുക്ക് ഇട്ടാൻ പിടിക്കത്തില്ല. അപ്പോൾ മിഷൻ വെച്ച് നമ്മൾ വെട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കൊമ്പുള്ളതുകൊണ്ട് പിടിക്കാം. ലാസ്റ്റത്തെ വെട്ടാണ് കേട്ടോ ഇതിൻ്റെ. ഓൾമോസ്റ്റ് എല്ലാം വെട്ടി സെറ്റാക്കി. അങ്ങനെ ഏകദേശം ഒരു 2.5 മണിക്കൂർ നേരത്തെ പണിയാണ്. കാണിച്ചു തരാം രണ്ടുപേരുടെ അവസ്ഥ. അവൻ്റെ കുറച്ചും കൂടെ വെട്ടാനായിട്ടുണ്ട്. ബാനുവിനെ കണ്ടല്ലോ, ബാനു ഓൾമോസ്റ്റ് ഒരു 90% ക്ലീനായി. ഇനിയിപ്പോൾ മഴക്കാർ വരുവാ, നാളെ ഒന്ന് കുളിപ്പിക്കുകയും കൂടെ ചെയ്യണമെങ്കിൽ ആൾ സെറ്റാവും. വരുവാണ്ടല്ലോ. ബാനു ഓക്കെ അല്ലേ അച്ഛാ? ബാനു ഓക്കെ അല്ലേ? ഇവളാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അവിടെ കയറും വേണ്ട, ഒന്നും വേണ്ട. പുള്ളിക്കാരി കുറേ നിന്ന് വരും. വലിയ ചാട്ടം ബഹളമൊന്നുമില്ല. പക്ഷേ ഇവൻ അതുപോലെയല്ല കേട്ടോ, ഓൻ ഭയങ്കര ചാട്ടമാണ്. പക്ഷേ ഇവനെക്കാളും നന്നായിട്ടിരിക്കുന്നത് ഇവനാണ് നന്നായിട്ടിരിക്കുന്നത്. ഈ 2 മുറിവുണ്ടല്ലോ, ഇവർ 2 സ്ഥലത്ത് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ചാടിയപ്പോഴേക്ക് നമ്മൾ ട്രിമ്മറിൻ്റെ അറ്റം കൊണ്ടതാണ്. അതിപ്പോൾ നാളെ നമ്മുടെ ഇവിടുന്ന് മരുന്ന് മേടിച്ചല്ലോ മക്കൾ, മരുന്ന് ഇരിപ്പുണ്ട് ഓൾറെഡി മുറിവിൻ്റെ. അപ്പോൾ കണ്ടല്ലോ, മിടുക്കനായിട്ടിരിക്കും അവൻ. ഇതിപ്പോൾ ഇതുപോലെയല്ല കേട്ടോ. ഇനി ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇവന്മാരുടെ രോമം വന്നിട്ട് ഒന്നും കൂടെ ഫില്ലായി കഴിയുമ്പോഴേക്കാണ് ഇവരെ കാണാൻ രസമാകുന്നത്. അതിൻ്റെ വീഡിയോ എന്താണെങ്കിലും നമ്മൾ അടുത്ത ഏതെങ്കിലും വീഡിയോസ് ഉൾപ്പെടുത്താം. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. നീ ആദ്യമായിട്ടല്ലേടാ ആടിൻ്റെ മുടിവെട്ട് കാണുന്നത്? ഇതിന് മുമ്പ് ആടിൻ്റെ മുടിവെട്ട് കണ്ടോടാ? ഇല്ല, ആദ്യമായിട്ടാണ്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. മതി.